അവിടെ എടുത്തു വരേണ്ട കാര്യം ജോബ് ഞാൻ പറഞ്ഞില്ല. ടൊയോട്ടയിൽ ഇപ്പൊ നിലവിൽ HR മാനായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോബാണ്. 96 വർക്കിംഗ് ആണ്. അതിനോടൊപ്പമാണ് ഈ 55 റാങ്ക് നേട്ടം എന്നുള്ളതും കൂടെ നമ്മൾ ഇവിടെ ചേർത്തത്. നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഫാമിലി ഒന്നൊരു തടസ്സമല്ല. അതിന് അവരെ നമ്മൾ ഒപ്പം കൂടെ നിർത്തിയിട്ട് തന്നെ നമുക്കിത് ചെയ്യിക്കാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ സക്സസ് സ്റ്റോറി സീരീസ് സഹകാരി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റാങ്കാണ്. 55th റാങ്ക് നേടിയിട്ടുള്ള നിയാസിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അദ്ദേഹം മലപ്പുറം തിരൂർ സ്വദേശിയാണ്. സെൽഫ് സ്റ്റഡിയുടെ രാജകുമാരൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കേണ്ടി വരും. കാര്യം 15 വർഷമായിട്ട് PSC വഴി ജോലി ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. നിലവിൽ വയസ്സ് ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആവും. 41 ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആയിട്ട് പറഞ്ഞാണ്. നിങ്ങൾ ഏജ് ഈസ് ജസ്റ്റ് നമ്പർ. നിങ്ങൾ എപ്പോഴും തയ്യാറാണെന്നുണ്ടെങ്കിൽ വയസ്സ് മാറ്റർ അല്ല എന്നുള്ള ഒരു എക്സാമ്പിളൂടെയാണ് നിയാസ്. നമുക്ക് സെൽഫ് സ്റ്റഡി എന്ന് പറയുമ്പോൾ 15 വർഷമായിട്ട് വിവിധ PSC എക്സാംസിൽ സ്വയം പഠനത്തിലൂടെ റാങ്ക് ലിസ്റ്റുകളിലേക്ക് വരികയും അല്ലെ, സ്വയം ആയതുകൊണ്ട് മാത്രമല്ല അനുസരിച്ച് താഴോട്ട് വന്നതിന് ശേഷം നമുക്ക് അഡ്വൈസ് വാങ്ങാതെ പറ്റാതെ പോയത്. അപ്പൊ നിയാസ്, നമ്മൾ ഈ ആദ്യത്തെ ഈ സർക്കാർ ജീവനം അല്ലെങ്കിൽ സർക്കാർ ജോലി എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിൽ കുറെ കാലം നമ്മൾ കഷ്ടപ്പെട്ടു അല്ലെ. കഷ്ടപ്പെട്ടു. ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സ്റ്റേജ് ഒന്ന് പറയാമോ? ഞാൻ 2005 ഡിഗ്രി കഴിഞ്ഞത്. ഡിഗ്രി കഴിയുന്ന സമയത്ത് തന്നെ PSCക്ക് വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് VO അല്ല, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്നുള്ള പോസ്റ്റിലേക്കായിരുന്നു. അങ്ങനെ എക്സാം ഒക്കെ എഴുതി ഞാൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ അതൊന്നും ഓൺലൈൻ സംവിധാനങ്ങളൊന്നും അത്ര വലിയതല്ല. അങ്ങനെ ലെറ്റർ വന്നു. ഞാൻ വന്നതിന് ശേഷം ഞാൻ സത്യയിലാണെന്ന് അറിയുന്നത്. ഒരു സൈക്ലിംഗ് ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ 1-2 ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. SSIലും അതുപോലെ ലാബ് അസിസ്റ്റന്റ് ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഒരു കംഫർട്ടും ഒരു സുഖവും ഒരു ജോബ് സെക്യൂരിറ്റി ഒക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ അതിലൂടെ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു ഗവൺമെന്റ് ജോലി കയറണം. പിന്നെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ലോ എടുക്കുന്ന സാർ തന്നെ JCനെ പറ്റി JC പോസ്റ്റിനെ പറ്റിയൊക്കെ നമുക്ക് പറഞ്ഞു. അന്ന് തന്നെ എന്റെ ഒരു 2 പോസ്റ്റ്, ഒരു ഡ്രീം പോസ്റ്റ് എന്നത് VOയും JC. 2008 തൊട്ടിട്ട് തന്നെ JCന്റെ ഒക്കെ എക്സാം വരുന്നത് സക്സസ് സ്റ്റഡി ആയതുകൊണ്ട് തന്നെ അതൊന്നും കയറാനും പറ്റില്ല. കയറിയതിൽ തന്നെ വളരെ പിന്നോക്കമായിരുന്നു. സത്യം പറഞ്ഞാൽ കോവിഡിന്റെ ഒരു സമയം, കോവിഡിന്റെ പ്ലാറ്റ്ഫോം വരുന്ന സമയത്താണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരു ഓൺലൈൻ കൊണ്ടുവന്നാൽ എങ്ങനെ. അപ്പൊ ഒരുപാട് ആൾക്കാർ അങ്ങോട്ട് പോകുന്നു ആ സമയത്താണ്. അപ്പൊ ശരിക്കും സഹകാര്യം വരുന്നത് കോവിഡ് സമയത്തില്ല, കോവിഡ് കഴിഞ്ഞ് എന്നിട്ട് വന്ന സമയത്താണ് സഹകാരം ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത്. അതിനും കോവിഡ് കാണണമെന്ന് പറയാം. ഓൺലൈൻ പ്ലാറ്റ്ഫോം വെക്കണം. നമുക്ക് ജോലി പിന്നെ ഫാമിലി ഉള്ളതാണ്. ഫാമിലി ലൈഫ് അതിനും മറ്റൊരു ഫോണ് നമുക്ക് ഇവിടെ ഇപ്പം പറയുമ്പോൾ 9 to 6 വർക്കിംഗ് അവേഴ്സാണ്. 9 to 6 വർക്കിംഗ് അവേഴ്സ്. ഞാൻ സഹകാരിയിൽ ആദ്യമൊക്കെ ഒരു വീഡിയോ മാത്രമായിരുന്നു വന്നിരുന്നത്. ലാസ്റ്റ് ചെയ്തപ്പോൾ സിലബസ് വന്നതിന് ശേഷം നമ്മളെ ഡിസോർഡർ ആയിരുന്നു. പക്ഷെ നമ്മളത് കറക്റ്റ് ചെയ്തെങ്കിലും അവസാന ദിവസങ്ങളൊക്കെ 2 വീഡിയോ 3 വീഡിയോ ഒക്കെ വരുന്ന സമയങ്ങളിൽ എടുത്തു വരേണ്ട കാര്യം, ജോബ് ഞാൻ പറഞ്ഞില്ല. ടൊയോട്ടയിൽ ഇപ്പൊ നിലവിൽ HR മാനായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോബാണ്. 96 വർക്കിംഗ് ആണ്. അതിനോടൊപ്പമാണ് ഈ 55 റാങ്ക് നേട്ടം എന്നുള്ളതും കൂടെ നമ്മൾ ഇവിടെ ചേർത്തത്. അവിടുത്തെ അവസാന സ്റ്റേജിലേക്ക് എത്തിയത് 3 വീഡിയോ ഒക്കെ ഒരുമിച്ച് കാണുന്ന ഈവൻ നമ്മൾ സോഫ്റ്റ്വെയർ തന്നെ ഡബിൾ സ്പീഡൊക്കെ ഇട്ടിട്ടാണ് നമ്മള് കണ്ടത് തീർക്കാൻ. പക്ഷെ എല്ലാ ക്ലാസ് ഞങ്ങൾ കാണാറുണ്ട്. അതുപോലെ നമ്മളെ നോട്ട്സുകൾ ഡെയിലി ഞാനന്ന് പിന്നെ നോട്ടിഫിക്കേഷൻ മുമ്പ് ജനുവരിയിലാണ് വരുന്നത്. ജനുവരിയിലാണ് ആ സമയത്ത് ഞാൻ 1-2 ഇൻസ്റ്റിറ്റ്യൂഷന്റെ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. അത് സാറിന്റെ ഡെൻമാർക്കിന്റെ വീഡിയോ വളരെ എക്സലന്റ് വീഡിയോ ആയിരുന്നു. അതിനെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളത് മെമ്മറി നിൽക്കുമെന്ന് കണ്ടത് കൊണ്ട് തന്നെയാണ് ഇതിൽ തന്നെ നിൽക്കുന്നത്. ഞങ്ങള് സഹകാരി തന്നെ ഉള്ള ഞങ്ങള് കമ്പനി സ്റ്റഡി ഞങ്ങള് ഹാമറില്ലാത്ത ദിവസങ്ങളുള്ള മോർണിംഗ് ഞങ്ങൾ തന്നെ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല റിസൾട്ട് ആയിരുന്നു. പഠിച്ചത് റിപ്പീറ്റ് ചെയ്യാൻ, ബോറടിക്കാതെ റിപ്പീറ്റ് ചെയ്യാൻ നമുക്കൊരു ആ ഗ്രൂപ്പില് അതായത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് തന്നെ മറ്റൊരു ബാച്ചിൽ പരസ്പരം അവര് പരിചയപ്പെടുകയും അതുപോലെ സമാന മനസ്സിലുള്ള ആൾക്കാരൊക്കെ പഠിച്ചു മുന്നേക്ക് വേണം അങ്ങനെയുള്ള എല്ലാവരും ഒരാളെ മാത്രമല്ല ഒരുപാട് ഗ്രൂപ്പുകൾ അതുപോലെ അതൊരു ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് അന്ന് ഗൂഗിൾ മീറ്റ് വഴിയൊക്കെ ചെയ്യാൻ പറ്റില്ല. അതെ, ഞങ്ങൾ വാട്സപ്പ് കോളിൽ വേണം ഞങ്ങളെ എടുക്കുന്നത്. ഓരോ ആളുകൾക്കും ഓരോ പോർഷൻ കൊടുക്കും. അവരെ പ്രിപ്പയർ ചെയ്ത് ആൻസർ ചെയ്യും. അതൊക്കെ നല്ല റിസൾട്ട് ആയിരുന്നു ചെയ്തിട്ടുള്ളത്. പിന്നെ രാജേഷ് സാറിന്റെ ക്ലാസ് എക്സലന്റ്, ഒന്നും പറയാനില്ല. രാജേഷ് സാറിന്റെ ക്ലാസ് അത്ര ലെവലിൽ മൈന്യൂട്ടായിട്ട് ഓരോ ലോ പാർട്ടും അത്രയും ചെയ്തതുകൊണ്ടാണ് നമുക്ക് അത്ര ടൈറ്റുള്ള എക്സാം ക്ലാറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ആ ഒരു ജേണി വന്നത്. അപ്പൊ ഇതിനിടയ്ക്ക് എത്ര സമയം പഠിക്കുമെന്ന് അവസാനത്തായ കൺഫർമേഷൻ സംഭവം പറഞ്ഞത്. ആ സമയത്ത് ലീവ് വല്ലതും എടുത്തായിരുന്നു.
ഇല്ല, ലീവ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ 9 to 6 വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ടൈപ്പാണ്. ഞാൻ ജനുവരി തൊട്ട് തന്നെ ഇതിനെ ജനുവരി തൊട്ട് അങ്ങനെ തന്നെ പറയാം. ആ ഒരു 8 മാസം നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടാണ് പറ്റും. വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളെ രാവിലെ 5 മണി 6 മണിക്കൊക്കെ കമ്പനി സൺഡേ ഒന്നും പുറത്ത് പോകാറില്ല. എല്ലാ സൺഡേസും സാധാരണ ഫാമിലി ആയിട്ട് ഞാൻ കുട്ടികളായിട്ട് പോകുന്നതാണ്. 2 മക്കളുണ്ട്. എല്ലാ സൺഡേസും ഞങ്ങൾ എന്തെങ്കിലും ഔട്ടിങ്ങാനായിട്ട് ബൈക്കിന് കറങ്ങുന്നത്. ആ ഒരു 6-8 മന്ത്സ് ഞാൻ ഒരു ആക്ടിവിറ്റിക്ക് ഇറങ്ങില്ല. ഈവൻ ഫ്രണ്ട്സ് മാരേജിന് പോലും പോകുന്ന സൺഡേ ഇരുന്നിട്ട് അത്രയും വർക്ക് ജോലി. അപ്പോ അതിന്റെ പ്രയോറിറ്റി ഏകദേശം കംപ്ലീറ്റ് എന്ന് മാറി പറഞ്ഞല്ലേ അതിന്റെ കോൺസെൻട്രേറ്റ് ഉണ്ടത്. അല്ല, അതിനുശേഷം ഞാൻ ആ എക്സാം കഴിഞ്ഞിട്ട് മൊത്തം അടിച്ചുകൂടി. അല്ല, ഇത് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടോ ആ സമയത്ത് നീ എവിടെയാണ് ഇതിനകത്ത്? പല ഫാമിലി ഞാൻ എങ്ങനെയെങ്കിലും ജസ്റ്റ് ഒന്ന് ആരെയും ഇൻഫോം ചെയ്യും. വരാൻ പറ്റില്ല, കാര്യം ഇതാന്ന് പറയാറില്ലെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഒഴിവാകാറുണ്ട്. എനിക്ക് ഫാമിലി പറഞ്ഞ ഒഴിവാക്കാൻ പറ്റാത്ത കേസ് പറഞ്ഞു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നന്നായി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ നമ്മുടെ പ്രയോറിറ്റിയിൽ മാറി അറിയുന്നത് പലപ്പോഴും നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നേരത്തെ കണ്ടിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഒഴിവാക്കേണ്ടതായിട്ട് വരും. അപ്പൊ അതും മനഃപൂർവ്വം ചെയ്തു പോകുന്നത് ചെയ്താല് നമ്മൾ ചെയ്തു പോകുന്നതാണ്. അറിയാതെ നോർമലി അല്ലേ നോർമലി സംഭവിക്കുന്ന കാര്യം. നമ്മുടെ പ്രയോറിറ്റി അങ്ങനെ ആകുമ്പോഴത്തേക്ക് സംഭവിച്ചു പോകുന്ന കാര്യം. അത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റിന്റെ ഷിഫ്റ്റ് ആണ് ഇവിടെ എപ്പോഴും ഏറ്റവും ഉണ്ടാക്കിയത്. നമ്മുടെ മൈൻഡ് സെറ്റ് വീക്കിലേക്ക് ഫസ്റ്റ് ആണ് വന്നിട്ട് ഇത് ഫസ്റ്റ് റാങ്കിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും ഒരു ഫിഫ്തിനകത്ത് വീക്കിലുണ്ടാവാറുണ്ട്. അപ്പോ ഈ ഒരു എഫേർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്പെഷ്യലി നമ്മൾ ഏതൊക്കെ നേരത്തെ സൂചിപ്പിച്ചു അത് ഔട്ട്സ്റ്റാൻഡിങ് എഫേർട്ടാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇച്ചിരി അതൊക്കെ അറിയാലോ വളരെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ആ ഒരു മാർക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുള്ളൂ ആദ്യ റാങ്കുകളിൽ. അടുത്ത അഡ്വൈറ്റ് തന്നെ ആകുമ്പോൾ അപ്പോൾ വളരെ വലിയ സന്തോഷമാണ് നിയാസ്. അതുപോലെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾ എസ്പെഷ്യലി നമുക്ക് ഏജ് ബാറിലൊക്കെ എത്തി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. വേണോ വേണ്ടേ, ജോലിയുണ്ട്, കുടുംബമുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്ന ആണുങ്ങളുണ്ട്, പെൺകുട്ടികളുണ്ട്. എന്താണ് നിയാസമായിട്ട് പറയാനുള്ളത്? നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ ഫാമിലി ഒന്നൊരു തടസ്സമല്ല. അതിന് അവരെ നമ്മള് ഒപ്പം കൂടെ നിർത്തിയിട്ട് തന്നെ നമുക്കിത് ചെയ്യിക്കാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. അപ്പൊ ചില പ്രയോറിറ്റീസ് നമ്മൾ മാറ്റിയിട്ട് ഇതിന് കുറേയും കൂടി മെച്ചപ്പെട്ട പ്രയോറിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേടിയെടുക്കാൻ അങ്ങനെ പറ്റും. എല്ലാ ഉദ്യോഗാർത്ഥികളും ജയിച്ചു വരിക. നിയാസ് ഇപ്പം തിരൂരിൽ നിന്നും